മക്കളെ 2026 നീറ്റ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ലൈവ് ഫോട്ടോഗ്രാഫും ആധാറിലെ ഫോട്ടോഗ്രാഫും തമ്മിൽ ഉള്ള മിസ്മാച്ച്. ഇതൊരു കാരണവശാലും ചേർന്ന് വരുന്നില്ല, ചിലർക്ക് മാത്രം. ഈ റീസെൻ്റ്ലി ആധാർ അപ്ഡേറ്റ് ചെയ്ത കുട്ടികൾ, അവരുടെ ഫോട്ടോ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത കുട്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരുപാട് കുട്ടികൾ 2-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അപ്ഡേറ്റ് ചെയ്ത ആധാറാണ്. അപ്പോൾ അവരുടെ ആധാറിലെ ഫോട്ടോഗ്രാഫും ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ലൈവ് ഫോട്ടോഗ്രാഫും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടാവും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ പേജിൽ ഇപ്പോൾ നിങ്ങൾ ഈ ലൈവ് ഫോട്ടോഗ്രാഫിൻ്റെ പേജ് നോക്കിയാൽ കാണാം, മേലെ നിങ്ങളുടെ പേരുണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ക്യാപ്ചർ ലൈവ് ഫോട്ടോഗ്രാഫ് എന്നുള്ള വിൻഡോ ആണ്. ഇതിൽ നിങ്ങളുടെ ആധാർ ഫോട്ടോഗ്രാഫ് ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേഡ് ആയിരിക്കും. നിങ്ങൾ വെബ് ക്യാം ഉപയോഗിച്ച് ലൈവ് ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ആ ലൈവ് ഫോട്ടോഗ്രാഫ് ചിലപ്പോൾ മജോറിറ്റി കേസിൽ മജോറിറ്റി കുട്ടികളും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇത് മിസ്മാച്ച് കാണിക്കും, ഒരുപാട് പഴയ ആധാറൊക്കെ ആണെങ്കിൽ. അപ്പോൾ 2 വഴികൾ മിസ്മാച്ച് എന്ന് പറയുന്നത് വരുമ്പോൾ നിങ്ങൾക്ക് 2 വഴിയാണ്. ഒന്നാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ റീക്യാപ്ചർ. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടി അല്ലെങ്കിൽ വീണ്ടും ക്യാപ്ചർ ചെയ്യാം. അതായത് ആധാറിലെ ഫോട്ടോയും നിങ്ങളുടെ ഇപ്പോഴത്തെ അപ്പിയറൻസ് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ ഈ റീക്യാപ്ചർ ചെയ്യുന്നതോടെ ഇഷ്യൂ അങ്ങ് മാറും. എന്നാൽ ചില കുട്ടികൾക്ക് ആധാറിലെ ഫോട്ടോ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം അത് ഒരുപാട് പഴയ ഫോട്ടോയാണ്, എന്തൊക്കെ ചെയ്താലും ആ മിസ്മാച്ച് മാറില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ഓപ്ഷനാണ്. ഈ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്താ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്? പ്രൊസീഡ് ടു ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം വിത്ത് ആധാർ ഫോട്ടോ മിസ്മാച്ച്. ഈ ആധാർ ഫോട്ടോയുടെ ആ ഫോട്ടോ പോലെ അല്ല ലൈവ് ഫോട്ടോ എന്നുള്ള മിസ്മാച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ കേസിൽ എന്താ ചെയ്യുക? ഡ്യൂ ടു ഫോട്ടോ മിസ്മാച്ച്, ഈ മിസ്മാച്ച് ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യു വിൽ ഹാവ് ടു അപ്ലോഡ് ഫോട്ടോ വെരിഫിക്കേഷൻ ഡോക്യുമെന്റ്. ഒരു ഫോട്ടോ വെരിഫിക്കേഷൻ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം ആഫ്റ്റർ ദ ഫീ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വിതിൻ 15 days ഓഫ് ആപ്ലിക്കേഷൻ ഫോം ക്ലോസർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പിന്നാലെ തന്നെ ചെയ്യാം, അതിൽ പ്രശ്നങ്ങളില്ല. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അക്നോളജ്മെന്റ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഫീ പേയ്മെന്റ് നടത്തി ഫൈനൽ സബ്മിഷൻ ഒക്കെ നടത്തിയതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോ വെരിഫിക്കേഷൻ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സെക്കൻഡ് ഓപ്ഷൻ വെച്ചുകൊണ്ട് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾ അടുത്ത വിൻഡോയിലേക്ക് പോകും, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത പേജിലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവും, യു ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് യുവർ ഐഡന്റിറ്റി യൂസിങ് ആധാർ ഓർ ഡിജി ലോക്കർ. ഹൗവർ യുവർ ആധാർ ഫോട്ടോ ഡസ് നോട്ട് മാച്ച് വിത്ത് ദ ക്യാപ്ചേർഡ് ലൈവ് ഫോട്ടോഗ്രാഫ്. നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചേർഡ് ലൈവ് ഫോട്ടോയുമായിട്ട് ആധാർ ഫോട്ടോ മാച്ച് ചെയ്യുന്നില്ല. ഫോർ വെരിഫിക്കേഷൻ ഓഫ് യുവർ ഫോട്ടോഗ്രാഫ് ആൻഡ് കാൻഡിഡേച്ചർ യു ആർ റിക്വയർഡ് ടു അപ്ലോഡ് ഡ്യൂലി സൈൻഡ് ഫോട്ടോഗ്രാഫ് വെരിഫിക്കേഷൻ ഡോക്യുമെന്റ് വിതിൻ 15 days ഓഫ് ആപ്ലിക്കേഷൻ ഫോം ക്ലോസർ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. അതിന്റെ താഴെ നിങ്ങൾ നോക്കുക, അപ്ലോഡ് ഫോട്ടോ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരു ഫോർമാറ്റ്, ഒരു PDF കിട്ടും. ഇവിടെ നിങ്ങളത് അപ്ലോഡ് ചെയ്യണം. ആ ഫോട്ടോ, ആ ഇമേജ് കൂടി ഞാൻ കാണിക്കാം. ഇതാണ് PDF. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു PDF നിങ്ങൾക്ക് കിട്ടും അവിടെ ഈ ഫോട്ടോ മിസ്മാച്ചിന്റെ കേസിൽ. അപ്പോൾ ആ ഫോട്ടോ മിസ്മാച്ചിൽ അത് മിസ്മാച്ച് ഉള്ളവർക്കൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ സർട്ടിഫിക്കറ്റ് ടു ബി സൈൻഡ് ബൈ ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസർ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റസ്റ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ ആയാലും മതി. അപ്പോൾ ആ ഡോക്യുമെന്റിൽ ഇത് കോമൺ, ഓരോരുത്തർക്കും ഈ ഡോക്യുമെന്റ് കിട്ടും മിസ്മാച്ച് വരുന്നവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ പേജിൽ നിങ്ങളുടെ പേരുണ്ട്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഉണ്ട്, ഇവിടെ നിങ്ങളുടെ ആധാർ ഫോട്ടോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ അല്ലെങ്കിൽ ആധാർ ഫോട്ടോ അല്ലെങ്കിൽ ലൈവ് ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ നോർമലി പറഞ്ഞാൽ ആ ലൈവ് ഫോട്ടോ, അതല്ല, നിങ്ങൾ ആ ലൈവ് എടുത്ത ലൈവ് ഫോട്ടോഗ്രാഫ്, അതായത് മിസ്മാച്ച് ആയ ആ ലൈവ് ഫോട്ടോ ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈവ് ഫോട്ടോയും നിങ്ങളുടെ ഫോട്ടോയും മാച്ചിങ് ആണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് പേസ്റ്റ് ചെയ്യണം. ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് ടു ബി അഫിക്സഡ് ബൈ ദ കാൻഡിഡേറ്റ് ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ ദ പ്രിൻസിപ്പൽ ഓർ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഗസറ്റഡ് ഓഫീസർ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ലൈവ് ഫോട്ടോ ഉണ്ട്, അത് പ്രിന്റായി വന്നു. ഇനി ഇവിടെ നിങ്ങളുടെ പുതിയൊരു ഫോട്ടോ ഒട്ടിക്കണം. അതായത് ഏത് ഫോട്ടോ ആണ്? നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറിൽ കൂടി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് വിടുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ തന്നെ ആയിരിക്കണം. ആ ഫോട്ടോ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടോ ഇത് അറ്റസ്റ്റ് ചെയ്യണം. അറ്റസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഫോട്ടോയുടെ മേലെ കൂടെ ഒരു സിഗ്നേച്ചർ ഇടണം. ആരിടണം? ഈ അറ്റസ്റ്റ് ചെയ്യുന്ന ഓഫീസർ, അത് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇടണം. അപ്പോൾ ആ സിഗ്നേച്ചറിന്റെ പാതി ഈ സർട്ടിഫിക്കറ്റിലും ബാക്കി പാതി ഫോട്ടോഗ്രാഫിന്റെ മേലെയും ആയിരിക്കണം. അപ്പോൾ ഫോട്ടോയ്ക്ക് അക്രോസ് തന്നെ വേണം ഈ സൈൻ ചെയ്യാൻ. എന്നിട്ട് ഇത് ഫിൽ ചെയ്തിട്ട് തരും. നിങ്ങളുടെ പേര് ഇവിടെ എഴുതും, സൺ ഓഫ് നിങ്ങളുടെ പേരന്റിന്റെ പേര് എഴുതും, റെസിഡന്റ് ഓഫ് നിങ്ങളുടെ സ്ഥലം എഴുതും, ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യും, ഏത് ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെങ്കിൽ ഏത് വർഷം പഠിച്ചിരുന്നു, ഏത് സ്കൂളിൽ പഠിച്ചിരുന്നു എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഫിൽ ചെയ്യും. കഴിഞ്ഞില്ല, ഇത് താഴേക്കുമുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ആരാണോ അറ്റസ്റ്റ് ചെയ്ത ആളുടെ ഡെസിഗ്നേഷൻ, സ്കൂളിന്റെ പേര്, അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ, സിഗ്നേച്ചർ, അതുപോലെ സീല്, ഡേറ്റ്, പ്ലേസ് ഒക്കെ വെച്ച് തരും. ഇതാണ് ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്.
അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത്, ഈ PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ ആ പേജ് നിങ്ങളുടെ പ്രിൻസിപ്പലിനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് ഈ ഞാൻ നേരത്തെ കാണിച്ച അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്ത് ഈ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക. മാത്രമല്ല ഈ ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം. ചിലപ്പോൾ അവർ ആവശ്യപ്പെടും എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടാവണം എന്നുകൂടി ആവശ്യപ്പെടും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാൽ ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻ്റ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ട്, ആ ഒറിജിനൽ നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു വയ്ക്കുക. സർട്ടിഫിക്കറ്റിന്റെ എൻഡിൽ പറയുന്നത് ശ്രദ്ധിക്കുക, ദ സിഗ്നേച്ചർ ഓഫ് ദ അറ്റസ്റ്റിംഗ് അതോറിറ്റി ഷുഡ് ബി അഫിക്സഡ് ഇൻ സച്ച് എ മാനർ. എങ്ങനെയായിരിക്കണം? ദാറ്റ് ഈസ് അപ്പിയർ പാർഷ്യലി ഓൺ സർട്ടിഫിക്കറ്റ്. പാതി സർട്ടിഫിക്കറ്റിലും അതിന്റെ പാർഷ്യലി ഓൺ ദ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ്. ഞാൻ നേരത്തെ കാണിച്ചു, ആ ഫോട്ടോഗ്രാഫിനെ ക്രോസ് ചെയ്തിട്ടാണ് സൈൻ ഇട്ടേണ്ടത്. പാതി സൈൻ സർട്ടിഫിക്കറ്റിലും പാതി ഫോട്ടോയുടെ മേലെയുമായിരിക്കണം. ഇതാണ് ഫോട്ടോയിൽ മിസ്മാച്ച് വന്നാൽ, ലൈവ് ഫോട്ടോ മിസ്മാച്ച് വന്നാൽ അത് ഒഴിവാക്കാനുള്ള വഴി. അപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.